ബ്യൂട്ടിഫുൾ ദാറ്റ് ഈസ്. ശരിക്കും നമ്മൾ അത്തരം വാല്യൂസ് കളയരുത്. അത് ഒപ്രഷനായിട്ട് എടുക്കണ്ട. ആസ് എൻ എക്സ്പ്രഷൻ ഓഫ് വർഷിപ്പ്, ആസ് എ പ്രിവിലേജ്. ജെൻഡർ ഓപ്പറേഷനായിട്ട് കണ്ടാൽ പിന്നെ രക്ഷയില്ല എന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ജെൻഡർ ഓപ്പറേഷൻ, ബട്ട് ഇറ്റ്സ് കൈൻഡ് ഓഫ് ആൻ എക്സ്പ്രഷൻ ഓഫ് വർഷിപ്പ്. We have to express our adoration or our worship, right? And സ്ത്രീകൾ ഇത് ഇടുമ്പോൾ ആക്ച്വലി ഇറ്റ്സ് an expression of worshiping God. അതേ ഉള്ളൂ. അപ്പൊ ചില ചോദിക്കാം ആണുങ്ങൾക്ക് എന്താ കിട്ടാറുണ്ട്? We have got different occasions. നമ്മളിപ്പോ ആണുങ്ങൾ സ്നേഹിക്കുന്ന പോലെ അല്ലല്ലോ പെണ്ണുങ്ങൾ സ്നേഹിക്കുന്നത്. ആണുങ്ങൾ വർത്തമാനം പറയുന്ന പോലെ പെണ്ണുങ്ങൾ വർത്തമാനം ചെയ്യുന്നത്. We have different expressions. അങ്ങനെ വിചാരിച്ചാൽ മതി. പൗലോസ് സ്ത്രീ പറയുന്നുണ്ട്, പുരുഷന്മാര് ശിരോവസ്ത്രം ധരിക്കരുത്. ശിരോവസ്ത്രം ധരിക്കരുത്. അത് മനസ്സിലാക്കിയിട്ടിരുന്നെങ്കിൽ സന്തോഷത്തോടെ, ഓപ്പറേഷനായിട്ട് വേണ്ട, സന്തോഷത്തോടെ ഇട്ടിരുന്നെങ്കിൽ. അതിനെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോയി സെർച്ച് ചെയ്യുന്ന സാധനം ഞാൻ പറയാം. പാഷൻ ഓഫ് ക്രൈസ്റ്റ്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് മൂവിയില് ഈശോ ഇങ്ങനെ കുരിശെ തറച്ചിട്ട് ഇങ്ങനെ കുരിശെടുത്ത് ഇങ്ങനെ നാട്ടുന്ന സീനുണ്ട്. ഇങ്ങനെ നാട്ടും ഇങ്ങനെ കുരിശ് ഇങ്ങനെ ഒന്ന് വീഴും. ഒരു കുലുക്കൊക്കെ ഉണ്ട്. കുരിശ് ഇങ്ങനെ വിട്ടുണ്ടോ ഈശോ ബോഡി ഷേക്കിംഗ്. അത് വല്ലാത്തൊരു സീനാണ്. അപ്പൊ ഇങ്ങനെ അവിടെ നിന്ന് കഴിയുമ്പോൾ ഉടനെ ഈ മദർ മേരിയുടെയും മേരി മാഗ്ദലിന്റെയും റെസ്പോൺസ് അറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മദർ മേരിയും മേരി മാഗ്ദലിനും ചെയ്യുന്നത് അവരുടെ ഈ ഷോളില്ലേ, ഇവരുടെ ഈ മേലങ്കി എന്ന് പറയുന്നത് ഔട്ടർ ഗാർമെന്റ്, ഇവരെന്തെങ്കിലും അറിയാമോ? ഇവരിതെടുത്ത് തലകൂടില്ല. ഇത് തലകൂടി ഷോ ഇങ്ങനെ നോക്കും. That's been the purest expression of worship. ഇതിട്ട് നിൽക്കുമ്പോൾ മാതാവിനെ പോലെ നഗ്നമയത്തെ പോലെയൊക്കെ വർഷിപ്പ് ആണെന്ന് ഓർത്ത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യും. ഈവൻ വെൻ വി ആർ മേക്കിംഗ് എ പ്രയർ അറ്റ് ദെയർ ഹോം. How beautiful that is. ശരിക്കും നമ്മൾ അത്തരം വാല്യൂസ് കളയരുത്. അത് ഒപ്രഷനായിട്ട് എടുക്കണ്ട. ആസ് എൻ എക്സ്പ്രഷൻ ഓഫ് വർഷിപ്പ്, ആസ് എ പ്രിവിലേജ്.